ഓം ശ്രീ ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ ഇന്നത്തെ രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചാംഗം എന്നത് കാലത്തിന്റെ താളം മാത്രമല്ല, പ്രപഞ്ചത്തിന്റെ ഊർജവുമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്. ഗ്രഹങ്ങളുടെ ചലനങ്ങൾ അറിയുന്നതിന് മുൻപ് ഇന്നത്തെ ശുഭകരമായ പഞ്ചാംഗം നമുക്കൊന്ന് പരിശോധിക്കാം. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിന്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ ജയ് ശ്രീറാം എന്നോ താഴെ കമന്റ് ചെയ്യുക. ഇന്ന് ചൊവ്വാഴ്ച 2026 ജൂലൈ 14. ഇന്ന് കൃഷ്ണപക്ഷത്തിലെ അമാവാസി തിഥിയാണ്. അമാവാസി പിതൃക്കളുടെ അനുഗ്രഹം തേടാനും ആത്മീയ ശുദ്ധീകരണത്തിനും ഏറ്റവും ഉത്തമമായ ദിവസമാണ്. ഇന്ന് ആർദ്ര നക്ഷത്രമാണ്. ഇത് തീക്ഷ്ണമായ ഊർജത്തെയും മാറ്റങ്ങളെയും സൂചിപ്പിക്കുന്നു. രാവിലെ 11:57 വരെ വ്യാഘാത യോഗമുണ്ട്. ഇന്ന് സൂര്യോദയം രാവിലെ 5:49 സൂര്യാസ്തമയം വൈകുന്നേരം 7:16 ഉച്ചയ്ക്ക് 3:54 മുതൽ വൈകുന്നേരം 5:35 വരെ രാഹുകാലമായതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:07 മുതൽ 12:59 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയമേടം രാശിക്കാരെ, ഇന്ന് ജൂലൈ 14 ചൊവ്വാഴ്ച നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് മിഥുനം രാശിയിലും ആർദ്ര നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിൽ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷയും അസ്വസ്ഥതയും ഉണ്ടാക്കിയേക്കാം. കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നടക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ ചെറിയൊരു നിരാശ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇന്ന് വലിയ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ സ്വയം പ്രചോദിതരാകാൻ ശ്രമിക്കുക. കാരണം അവസാനം എല്ലാം ശുഭകരമായി അവസാനിക്കും. ഇന്ന് ഓറഞ്ച് നിറം ഒഴിവാക്കുക. ഉച്ചയ്ക്ക് 12 മുതൽ 2 മണി വരെയുള്ള സമയത്ത് പ്രധാനപ്പെട്ട മീറ്റിംഗുകളോ കാര്യങ്ങളോ പ്ലാൻ ചെയ്യുക. ഈ വർഷം ശനിയുടെ സ്വാധീനം നിങ്ങളുടെ മേൽ കൂടുതലായതിനാൽ മനസ്സിന്റെ ശാന്തിക്കായി പ്രകൃതിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. അതിനാൽ ധൃതി കാണിക്കാതെ ശാന്തമായി പഠിക്കുക. യുവാക്കൾക്ക് ഇന്ന് ക്ഷമയുടെ ദിവസമാണ്. ബന്ധങ്ങളിൽ വ്യക്തത വേണമെന്നുണ്ടെങ്കിൽ തർക്കങ്ങൾ ഒഴിവാക്കുക. വീട്ടമ്മമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ തിരക്കുള്ള ദിവസമായിരിക്കും. എങ്കിലും സ്വയം സമയം കണ്ടെത്തി പ്രകൃതിയുടെ മടിത്തട്ടിൽ അല്പനേരം ചെലവഴിക്കുക. ജോലി ചെയ്യുന്നവർ മേലധികാരികളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ബിസിനസ്സുകാർ പുതിയ നിക്ഷേപങ്ങൾ തൽക്കാലം മാറ്റിവെക്കുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും കഴിയുമെങ്കിൽ പാർക്കിലോ മരങ്ങളുടെ തണലിലോ സമയം ചെലവഴിക്കുകയും ചെയ്യുക. ഇന്നത്തെ ഒരു ചെറിയ പരിഹാരം: രാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും ചെടിക്ക് വെള്ളം ഒഴിക്കുകയോ പ്രകൃതിയുടെ മടിത്തട്ടിൽ അല്പനേരം ശാന്തമായി ഇരിക്കുകയോ ചെയ്യുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. സുഹൃത്തുക്കളെ, ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കാൻ അഭ്യർത്ഥിക്കുന്നു. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇന്നത്തെ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നതാണോ അതോ ധൈര്യത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്നതാണോ കൂടുതൽ നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, ഇന്ന് ജൂലൈ 14 നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്ന് 2-ാം ഭാവത്തിൽ, അതായത് മിഥുനം രാശിയിൽ ആർദ്ര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു.
ഈ ഗ്രഹനില നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള ആത്മവിശ്വാസം നൽകും. എന്നാൽ ഇന്ന് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം നിങ്ങൾ അനാവശ്യമായ പ്രശ്നങ്ങളിൽ അകപ്പെട്ടേക്കാം. എടുത്തുചാടി ഒരു തീരുമാനവും എടുക്കരുത്. മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കി ശാന്തമായ മനസ്സോടെ കാര്യങ്ങൾ ആലോചിക്കുക. 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. ഇന്ന് ചുവപ്പ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഇന്ന് അല്പനേരം വിശ്രമിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശാന്തമായ അന്തരീക്ഷം തിരഞ്ഞെടുക്കുക. യുവാക്കൾ ഇന്ന് പ്രണയബന്ധങ്ങളിൽ തിടുക്കം കാണിക്കാതെ ക്ഷമയോടെ പെരുമാറുക. വീട്ടമ്മമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ മുഴുകുന്നത് മാനസിക സന്തോഷം നൽകും. ജോലി ചെയ്യുന്നവർ മേലധികാരികളോട് മാന്യമായി സംസാരിക്കുക. ബിസിനസ്സുകാർ വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നന്നായി ആലോചിക്കുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും അല്പനേരം ധ്യാനിക്കുകയും ചെയ്യുക. ഇന്നത്തെ നല്ല ചിന്ത: ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യം തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ സ്മരിക്കുക. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ ധൈര്യമാണോ അതോ ക്ഷമ ആണോ കൂടുതൽ ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ ഉത്തരം കമൻറ്റിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഈ ജ്യോതിഷ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മിഥുനം രാശിക്കാരെ, ഇന്ന് ജൂലൈ 14 നിങ്ങൾക്ക് അല്പം ചിന്താപരമായ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ സ്വന്തം രാശിയായ മിഥുനത്തിൽ ആർദ്ര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ആർദ്ര നക്ഷത്രത്തിൻ്റെ നാഥൻ രാഹുവായതിനാൽ ഇന്ന് മനസ്സിന് ചെറിയൊരു അസ്വസ്ഥതയോ അകാരണമായ ഭയമോ തോന്നിയേക്കാം. എന്നാൽ ഇതൊരു താൽക്കാലിക അവസ്ഥ മാത്രമാണെന്നും ദിവസാവസാനത്തോടെ നിങ്ങൾക്ക് നല്ല ഉന്മേഷം ലഭിക്കുമെന്നും ഓർക്കുക. ഇന്ന് ചന്ദ്രൻ നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ അല്പം വൈകാരികമായി പെരുമാറാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ വികാരങ്ങളെ ക്രിയാത്മകമായി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിലെ ചെറിയ പ്രതിസന്ധികൾ വലിയൊരു വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് മനസ്സിലാക്കി ടെൻഷൻ ഒഴിവാക്കുക. ഇന്ന് പ്രിയപ്പെട്ടവരോടോ അടുത്ത സുഹൃത്തുക്കളോടോ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. കഴിഞ്ഞ കാലത്തെ പ്രവർത്തികളെക്കുറിച്ച് ചിന്തിച്ച് ഉത്തരവാദിത്തത്തോടെ മുന്നോട്ടു പോകേണ്ട ദിവസമാണിത്. വിവിധ നക്ഷത്രത്തിലെ മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്കലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഏകാഗ്രതയുടെ ദിവസമാണ്. ആർദ്ര നക്ഷത്രത്തിലെ ചന്ദ്രൻ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പ്രചോദനം നൽകും. എങ്കിലും ശ്രദ്ധ തെറ്റാതെ നോക്കണം. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് തുറന്ന സംസാരത്തിൻ്റെ ദിവസമാണ്. പങ്കാളിയുമായി കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കും. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിലും സ്വന്തം താൽപ്പര്യങ്ങൾക്കുമുള്ള ദിവസമാണ്. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ക്ഷമയുടെ ദിവസമാണ്. ജോലിസ്ഥലത്ത് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ധ്യാനം ശീലിക്കുകയും ചെയ്യുക. ഇന്ന് ഉച്ചയ്ക്ക് 1 മുതൽ 2:30 വരെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഈ സമയം വളരെ അനുകൂലമാണ്. സഞ്ചരിക്കുന്നു. ഇന്ന് വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾ ഭാഗ്യം നൽകും. ഇന്ന് ഏതെങ്കിലും പക്ഷികൾക്ക് ഭക്ഷണം നൽകുകയോ അർഹരായവർക്ക് വെള്ളം നൽകുകയോ ചെയ്യുന്നത് പുണ്യമായി കരുതപ്പെടുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിധിയാണോ അതോ നമ്മുടെ പരിശ്രമമാണോ കൂടുതൽ പ്രധാനമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രിയ കന്നി രാശിക്കാരെ, ഇന്ന് ജൂലൈ 14 നിങ്ങൾക്ക് ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് വ്യക്തതയിലേക്ക് മാറാനുള്ള ദിവസമാണ്. ചന്ദ്രൻ മിഥുനം രാശിയിലും ആർദ്ര നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ ചിന്തകളിൽ പുതിയൊരു തെളിച്ചം വരും. ഇന്ന് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന പുതിയ ആശയങ്ങൾ ഉടൻ തന്നെ കുറിച്ചുവെക്കുക. ഇത് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ നൽകും. നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും നല്ല മാറ്റങ്ങൾ സംഭവിക്കും. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. യുവാക്കൾക്ക് കരിയറിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്.
വീട്ടമ്മമാർക്ക് ഇന്ന് കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കാൻ കഴിയും. ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ അംഗീകാരം ലഭിക്കും. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും പുതിയൊരു ഹോബിയിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് മനസ്സിന് ഉന്മേഷം നൽകും. ഇന്ന് കറുത്ത നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. രാവിലെ 9:45 മുതൽ 11:15 വരെയുള്ള സമയം പ്രധാന കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും ഉത്തമമാണ്. ഇന്ന് ഒരു പുണ്യകർമ്മം എന്ന നിലയിൽ ആർക്കെങ്കിലും സഹായം നൽകുക. ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും സമാധാനം നൽകുന്ന കാര്യം എന്താണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. സാധ്യമല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് ജൂലൈ 14 നിങ്ങൾക്ക് വളരെ സമൃദ്ധവും നേട്ടങ്ങൾ നിറഞ്ഞതുമായ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ മിഥുനം രാശിയിൽ ആർദ്ര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ബിസിനസ്സിലും സാമ്പത്തിക കാര്യങ്ങളിലും പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്ന് നിങ്ങൾ നടത്തുന്ന നിക്ഷേപങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ ലാഭം നൽകും. നിങ്ങളുടെ രാശിനാഥനായ ശുക്രൻ ചിങ്ങം രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഒരു പ്രത്യേക ആകർഷണീയത പ്രകടമാകും. ഇന്ന് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതെ ആലോചിച്ച് പ്രവർത്തിക്കുക. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലകളിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ ഇന്ന് നല്ല ദിവസമാണ്. ആർദ്ര നക്ഷത്രത്തിൻ്റെ സ്വാധീനം നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും കരിയറിൽ പുതിയ അവസരങ്ങൾ ലഭിക്കും. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ഗൃഹിണിമാർക്ക് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് വലിയ മാനസിക സന്തോഷം നൽകും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും സാമ്പത്തിക നേട്ടമുണ്ടാകും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇന്ന് തുടക്കമിടാം. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും കൃത്യമായി വ്യായാമം ചെയ്യുകയും വേണം. ഇന്നത്തെ പുണ്യകർമ്മമായി അർഹരായവർക്ക് വെള്ള നിറത്തിലുള്ള വസ്തുക്കളോ ഭക്ഷണമോ നൽകുക. ഇത് നിങ്ങളുടെ തടസ്സങ്ങൾ നീക്കും. താര സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് വെള്ളി നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 4:30 മുതൽ 6 മണി വരെയുള്ള സമയം ശുഭകരമാണ്. ശനിയുടെ സ്വാധീനം കുറയ്ക്കാൻ കൃത്യമായി വ്യായാമം ചെയ്യുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം എന്താണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. പ്രിയപ്പെട്ട വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ജൂലൈ 14 നിങ്ങൾക്ക് വളരെ മികച്ചൊരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് മിഥുനം രാശിയിലും ആർദ്ര നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ജോലിസ്ഥലത്ത് നിങ്ങളെടുക്കുന്ന കഠിനാധ്വാനത്തിന് ഇന്ന് നല്ല ഫലം ലഭിക്കും. അത് നിങ്ങളിൽ വലിയ അഭിമാനം നിറയ്ക്കും. എന്നാൽ ജോലിത്തിരക്കിനിടയിൽ കുടുംബത്തെ മറക്കരുത്. ഇന്ന് കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് വലിയ സന്തോഷം നൽകും. ജോലിയും കുടുംബവും തമ്മിൽ ഒരു ബാലൻസ് നിലനിർത്താൻ ശ്രമിക്കുക. അത് രണ്ടും നന്നായി മുന്നോട്ട് പോകാൻ സഹായിക്കും. നിങ്ങളുടെ പരിശ്രമങ്ങളുടെ ഫലം ഇന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാമ്പത്തിക നേട്ടങ്ങൾക്കായി ഇന്ന് പിങ്ക് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. ഉച്ചയ്ക്ക് 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് നല്ല ഫലം നൽകും. ഈ വർഷം ശനിയുടെ സ്വാധീനം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനാൽ മനസ്സിന്റെ ശാന്തിക്കായി ഇന്ന് ശാന്തമായ സംഗീതം കേൾക്കുന്നത് വളരെ നല്ലതാണ്. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യുവാക്കൾ കരിയർ കാര്യങ്ങളിൽ ധൃതി കാണിക്കാതെ ആലോചിച്ച് തീരുമാനമെടുക്കുക. വീട്ടമ്മമാർ ഇന്ന് തങ്ങൾക്കായി അല്പം സമയം കണ്ടെത്തുക. ജോലി ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും ഇന്ന് ലാഭകരമായ ദിവസമാണ്. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഇന്ന് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ പുണ്യം നൽകും. എന്റെ ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും അത്യാവശ്യം ക്ഷമയാണോ അതോ കഠിനാധ്വാനമാണോ? കമന്റ് ചെയ്യുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. സാധിക്കുമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിയ ധനുരാശിക്കാരെ, ഇന്ന് ജൂലൈ 14 നിങ്ങൾക്ക് വളരെ ആവേശകരവും സാമൂഹികവുമായ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ ഇന്ന് മിഥുനം രാശിയിലും
ആർദ്ര നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇത് നിങ്ങളെ പലവിധ സാമൂഹിക പരിപാടികളിൽ മുഴുകാൻ പ്രേരിപ്പിക്കും. സുഹൃത്തുക്കളോടൊപ്പം ഒരു കപ്പ് കാപ്പി കുടിക്കുന്നതോ അത്താഴം കഴിക്കുന്നതോ അല്ലെങ്കിൽ പാട്ടിനൊപ്പം നൃത്തം ചെയ്യുന്നതോ ആകട്ടെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ എല്ലാ സമ്മർദ്ദങ്ങളും മറക്കാനിത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്നതാണ്. അതിനാൽ പഴയ വിഷമങ്ങൾ മാറ്റിവെച്ച് ഈ നിമിഷം ആസ്വദിക്കൂ. ഇന്ന് നിങ്ങളുടെ സൗഹൃദ വലയം വിപുലീകരിക്കുകയും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുകയും ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് ഓഫ് വൈറ്റ് നിറം ഉപയോഗിക്കുന്നത് വളരെ ശുഭകരമായിരിക്കും, കാരണം ഈ നിറം പോസിറ്റീവ് എനർജി ആകർഷിക്കും. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമായിരിക്കും. ഈ വർഷം വ്യാഴം നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്നതിനാൽ പുതിയ അവസരങ്ങൾക്കായി എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് ശ്രദ്ധ അല്പം കുറയാൻ സാധ്യതയുണ്ട്. അതിനാൽ പഠനത്തോടൊപ്പം അല്പം വിനോദത്തിനും സമയം കണ്ടെത്തുക. യുവാക്കൾക്ക് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ ഇന്ന് നല്ല ദിവസമാണ്. വീട്ടമ്മമാർക്ക് പുറത്തിറങ്ങാനോ കൂട്ടുകാരികളുമായി സമയം ചെലവഴിക്കാനോ ഇന്ന് വളരെ നല്ലതാണ്. ജോലി ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും ഇന്നത്തെ ദിവസം തിരക്കുകളിൽ നിന്ന് ചെറിയൊരു ആശ്വാസം നൽകും. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും അല്പം സമയം ശാന്തമായ സ്ഥലങ്ങളിൽ ചെലവഴിക്കുകയും ചെയ്യുക. ഇന്നത്തെ പുണ്യകർമ്മമായി ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുകയോ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയോ ചെയ്യുക. ഇന്നത്തെ നിങ്ങളുടെ ചോദ്യം: ജീവിതത്തിൽ മുന്നേറാൻ ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമന്റിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കളെ. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കുംഭം രാശിക്കാരെ, ഇന്ന് ജൂലൈ 14 നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് മിഥുനം രാശിയിലും ആർദ്ര നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇത് നിങ്ങളുടെ കഴിവുകളെയും ആന്തരികമായ ഊർജത്തെയും കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ നൽകും. ഇന്ന് സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും കൂടുതൽ അടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരുമായുള്ള സംഭാഷണങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചിന്തകളിൽ വ്യക്തത കൊണ്ടുവരികയും ചെയ്യും. ജ്യോതിഷികളുടെ അഭിപ്രായത്തിൽ വിജയം നേടാനായി നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. മനസ്സിൻ്റെ ശാന്തിക്കായി അല്പസമയം ധ്യാനിക്കുന്നത് നല്ലതാണ്. വൈകുന്നേരം 4:30 മുതൽ 6 വരെയുള്ള സമയം പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ഏറ്റവും ഉത്തമമാണ്. ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ഇന്ന് മറൂൺ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും മികച്ച പരിഹാരമാണ്. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ ലഭിക്കും. ആർദ്ര നക്ഷത്രത്തിൻ്റെ സ്വാധീനങ്ങൾ പോലും ബുദ്ധിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. യുവജനങ്ങൾക്ക് പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് ആശയവിനിമയത്തിന് പ്രാധാന്യമുള്ള ദിവസമാണ്. പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ മാറ്റാൻ സഹായിക്കും. ഗൃഹിണിമാർക്ക് ഇന്ന് വീടിനുള്ളിൽ സന്തോഷം നിറയ്ക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് മാനസിക സംതൃപ്തി. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുരോഗതിയുടെ ദിവസമാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുകയും പുതിയ അവസരങ്ങൾ വന്നെത്തുകയും ചെയ്യും. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും വൈകുന്നേരം ശാന്തമായി സമയം ചെലവഴിക്കുകയും ചെയ്യുക. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനമാണോ അതോ കൃത്യസമയത്തുള്ള തീരുമാനങ്ങൾ ആണോ കൂടുതൽ പ്രധാനമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമന്റിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കളെ. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കാൻ അഭ്യർത്ഥിക്കുന്നു. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മീനം രാശിക്കാരെ, ഇന്ന് ജൂലൈ 14 നിങ്ങൾക്ക് വളരെ ഊർജ്ജസ്വലവും സർഗാത്മകവുമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് മിഥുനം രാശിയിലും ആർദ്ര നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്.
ഇത് നിങ്ങളെ അല്പം അസ്വസ്ഥനാക്കിയേക്കാം. എന്നാൽ ഈ അസ്വസ്ഥത നിങ്ങളുടെ വളർച്ചയുടെ ലക്ഷണമാണ്. നിങ്ങളുടെ സർഗ്ഗാത്മകത ഇന്ന് ഉച്ചസ്ഥായിയിലായിരിക്കും. അതിനാൽ നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇതിലും മികച്ചൊരു സമയമില്ല. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ നൽകും. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക. കാരണം ചെറിയ കാര്യങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടേക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്താം. യുവാക്കൾക്ക് പ്രണയബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പം അനുഭവപ്പെടും. വീട്ടമ്മമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ജോലിസ്ഥലത്തും ബിസിനസ്സിലും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ലഘുവായ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. ഇന്ന് ഒരു പുണ്യകർമ്മമായി വീട്ടിൽ സ്വന്തമായി പോഷകസമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്ത് കുടുംബത്തോടൊപ്പം കഴിക്കുക. ഇന്ന് ഇളം ചാരനിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ശനിയുടെ ഊർജം സന്തുലിതമാക്കാൻ ഇന്ന് ധ്യാനിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം എന്താണ്? അത് കമന്റിൽ ഞങ്ങളെ അറിയിക്കുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്.